മുരളീഗോപി ഒരു വിധത്തിൽ ഇതിനൊരു പ്രതികരണമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതിനൊരു റിയാക്ഷനായിട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നാളെ ഇതുവരെ. ഇത്ര കാലമായിട്ട് ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്കകത്ത് ഇപ്പം ജാതീയതയെ പറ്റി സംസാരിക്കുന്ന സിനിമകൾ തമിഴിലും ഹിന്ദിയിലൊക്കെ അങ്ങിങ്ങൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടൊരു വർഷം 2022 എന്നുള്ള വർഷം പറഞ്ഞ് ആ സ്ഥലവും കാര്യം അടയാളപ്പെടുത്തിയ ഒരു എഴുത്ത് സംഭവിച്ചിട്ടില്ല. ശരിക്കും മുരളീഗോപി ചെയ്തതും സത്യം പറഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റമായിട്ട് നമുക്ക് കാണാം. കാരണം മുരളിയാണല്ലോ സ്ക്രിപ്റ്റ് എഴുതിയത്. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റും സംവിധാനം ചെയ്യുന്ന ആൾക്കാരാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത് എന്നുള്ള അറിവ് എനിക്കുണ്ട്. അതിനകത്ത് അഭിനയിക്കുന്ന ഒരാൾ മാത്രമാണ് മോഹൻലാൽ. പക്ഷെ മോഹൻലാലിന് 25 എത്ര വർഷമായി? 30 വർഷമോ 40 വർഷമാവും. 40 വർഷമായിട്ടുള്ള ഒരു ക്യാപിറ്റലുണ്ട്, സോഷ്യൽ ക്യാപിറ്റലുണ്ട്. അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള സംശയമൊന്നും വേണം. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ സിനിമ കാണുന്നത്. അതെല്ലാം അവർ ആ ലെവലിൽ അവരുടെ വിജയം തന്നെയാണ്. പക്ഷെ അത് വിജയിക്കുന്നത് ഇവരാണ്. ഇത് അറിഞ്ഞാ ചെയ്തതെന്നുള്ളത് കൊണ്ടാണല്ലോ മുരളി അത് പറയാതിരിക്കുന്നത്. മുരളിക്ക് അബദ്ധം പറ്റിയതല്ലല്ലോ. ഈ സിനിമ റിലീസായതിൻ്റെ പിറ്റേ ദിവസം മേജർ രവി ഈ സിനിമ കാണുകയും ഈ സിനിമ കണ്ടതിനും പിറ്റേ ദിവസമാണ് അദ്ദേഹം റിലീസിന് തന്നെ സിനിമ കാണുകയും മോഹൻലാലിന് വേണ്ടി അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയും ആ സബർമതി ട്രെയിൻ കത്തിച്ചതാണെന്ന് തന്നെ ഒരു ലൈവിൽ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോഹൻലാലിന് വിഷമമായിട്ടുണ്ട്, മോഹൻലാൽ ഈ സിനിമ മൊത്തം കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോലും BJP സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരാൾ വന്ന് പറയുക എന്നുള്ളത് ആ ഒരു ലൈവിനെ പറ്റിയിട്ട് മൈത്രൻ ശ്രദ്ധിച്ചിരുന്നോ? ഞാനത് കണ്ടില്ല. പക്ഷെ ഞാൻ ഈ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ട്. അയാളുടെ പടവും അയാളിൽ നിന്ന് ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കാനുള്ളത്. അയാൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല, BJP അനുകൂലിയായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് നമുക്കറിഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കൂടുതലൊന്നും അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ മോഹൻലാലിനെ രക്ഷിച്ചെടുക്കേണ്ട ആവശ്യം അയാൾ സിനിമ ഉണ്ടാക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ അവർക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് രണ്ട് രീതിയിലും, പേഴ്സണലായിട്ടും ചെയ്യാം, പൊളിറ്റിക്കലായിട്ടും ചെയ്യാം. പൊളിറ്റിക്കലായിട്ട് ഈ സിനിമ ശരിയല്ലെന്ന് പറയുന്ന സ്ഥലത്ത് പറയാം, മോഹൻലാൽ പെട്ടുപോയതാണെന്ന് പറയാം. അതൊക്കെ പേഴ്സണലായിട്ടും പൊളിറ്റിക്കലായിട്ടും അയാൾ പറയും. അയാളിൽ നിന്ന് അത് മാത്രമേ കാണേണ്ടതുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞ് അയാൾക്ക് ക്രെഡിറ്റ് കിട്ടും. എന്തായാലും BJPക്കകത്ത് അയാൾക്ക് ഒരു പോയിന്റ് വരുത്തില്ലേ. അതൊക്കെ രാഷ്ട്രീയം അറിയുന്നവരും സാമൂഹികമായിട്ട് സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യുന്ന കാര്യമാണ്. അതിനെ നമ്മൾ വേറൊരു തരത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം പലപ്പോഴും ഈ വാക്കുകളിൽ രാജ്യസ്നേഹത്തെ ഉയർത്തി തന്നെ രാജ്യസ്നേഹം പറയുന്നതിനെ ഒന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യില്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ കപടമായി, ഈ മത തീവ്രവാദം പോലെയാണ് രാജ്യസ്നേഹവും. അന്യരെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവനെ ആ ലെവലിൽ രാജ്യസ്നേഹിയാവൂ. നമ്മൾ നാഷണലിസം എന്ന് പറയുന്നതും പേട്രിയോട്ടിസം എന്ന് പറയുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ദേശീയത പറയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എതിർക്കുകയും കൊല്ലാനും പോകുന്നവനാണ്. മറ്റേതങ്ങനെയല്ല. നമ്മുടെ വീട് ഒരുക്കുന്നത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികാരം മനുഷ്യർക്കുണ്ട്. അതിനെയാണ് നമ്മൾ രാജ്യസ്നേഹം എന്ന് സാധാരണ പറയുന്നത്. മറ്റേത് ദേശീയത എന്നാണ് പറയുന്നത്. തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ ആം പ്രൗഡ് ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവനെ വെറുക്കാൻ തുടങ്ങും. ഐ ലവ് ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസം. കാരണം ഞാൻ ഈ പ്രദേശത്ത് ജീവിക്കുകയാണ്, എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അല്ല വീട്ടിൻ്റെ വാതിൽ വലിയ വീടുണ്ടാക്കി വെച്ചിട്ട് ട്രെസ്പാസ് ചെയ്യരുതെന്നോട്ട് എഴുതി വയ്ക്കുന്ന ആൾക്കാരും പട്ടി കടിക്കുമെന്ന് എഴുതി വയ്ക്കുന്ന ആൾക്കാരെയാണ് ദേശീയതയുടെ ആൾക്കാർ. നല്ല വീടുണ്ടാക്കിയാൽ വാതിൽ തുറന്ന് നിങ്ങൾക്ക് കടന്നു വരാം, സ്വാഗതം നമ്മൾ എഴുതി വയ്ക്കത്തില്ലേ? അതാണ് രാജ്യസ്നേഹം. ഈ ഇപ്പം സൈനികൻ നമ്മുടെ രാജ്യത്തെ ഈ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് പറയുന്ന വരിയാടൂ. രാജാക്കന്മാർക്ക് ആ ശത്രുക്കളുള്ളത്. ജനാധിപത്യത്തിനകത്ത് ശത്രുക്കളില്ല, ഇണക്കിയെടുക്കേണ്ടവർ മാത്രമാണ്. നിങ്ങളുണ്ടാക്കുന്ന കുരുമുളക് വാങ്ങേണ്ടവരാണ് അന്യരാജ്യക്കാർ. നമ്മളുണ്ടാക്കുന്ന കാറ് വാങ്ങേണ്ടവരാണ് അന്യര്. അന്യരാജ്യക്കാരായിരിക്കുന്നവർ നമ്മുടെ കമ്പോളമായിട്ട് കാണുന്ന ബുദ്ധിയെങ്കിലും ഇവന്മാർക്ക് വേണം. അല്ലാതെ അന്യരെ വെറുക്കാനും അവരെ കീഴടക്കാനും
അവരെ തോൽപ്പിക്കാനും നടക്കുന്ന പഴയകാല ബോധത്തിനെയാണ് ദേശീയത എന്ന് പറയുന്നത്. അതിനെയാണ് പണ്ട് രാജാക്കന്മാരുടെ നീടാത്. അപ്പോൾ ഒരു രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറിയിരുന്ന അങ്ങനെയാണ്. ഇന്ന് അങ്ങനെ അല്ല. നമ്മളൊരു രാജ്യം മാത്രമേ ലോകം മുഴുവൻ വികസിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ദേശീയതയല്ല നമുക്ക് വേണ്ടത്, പട്ടാളമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പാലം പണിയുന്നതാണ് ചൈനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടവും റോഡ് ഉണ്ടാക്കുകയും പാലം ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെവിടെങ്കിലും പട്ടാളത്താവളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചൈനക്കാരെ പറ്റി പറയുമ്പോൾ പട്ടാള മിഷണറി ഭയങ്കര അവരുടെ രാജ്യത്തിനകത്താണത്. പുറത്തെവിടെയാണ് അവർക്കൊരു രാജ്യ ഈ താവളമുള്ള സംശയിക്കുന്നു എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്. അവർ ഇങ്ങനെ ആളുകളെ സംശയിക്കുന്നു, ഞങ്ങൾ അവരുണ്ടാക്കുന്നു സംശയിക്കുന്നു. 750 താവളമുണ്ട് അമേരിക്കയ്ക്ക് പുറത്ത്, അവരുടെ രാജ്യത്തിന് പുറത്ത്. അവരാണിത് പറയുന്നത്, ഞങ്ങൾ സംശയിക്കുന്നു. ആയിരക്കണക്കിന് ആറ്റം ബോംബ് ഉണ്ടാക്കി വെച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന അവരായിരിക്കും ഇറാൻകാരൻ ഇത് ഉണ്ടാക്കുന്നു. പണ്ട് WMD ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇറാഖുകാരനെ മണ്ടയിൽ ബോംബ് ചെയ്ത് അത് ഇല്ലാതാക്കി കളഞ്ഞില്ലേ ആ രാജ്യം. എന്നിട്ട് വലിയ WMD കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവർ ആ ഇട്ട ബോംബൊക്കെ തിരിച്ചെടുക്കുവോ? ഇങ്ങനത്തെ പറയുന്ന സ്ഥലപാടും അത്. അതുകൊണ്ടാണ് ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് മതവിശ്വാസം പോലെ പ്രാകൃതമാണ്. ഓരോ പട്ടാളക്കാരനും ജോലിക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. കൂലി കൊടുക്കാതിരിക്കുക. എത്ര പേര് രാജ്യസ്നേഹം കാണിക്കും? ഈ മേജർ രവി സഹിതം തൊഴിലായിട്ട് തന്നെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ വളരെ പട്ടിണിക്കിട്ടാണ് അവരെ ചെയ്യുന്നത്. എത്ര പട്ടാളക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ആ പറഞ്ഞവനെ 100 തവണ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വളരെ എലീറ്റായ ഒരു വിഭാഗം നടത്തുന്നതാണ് ഈ പട്ടാളം മുഴുവൻ. നാട്ടിനകത്തെ അധികാരമുള്ളവർ സാധാരണക്കാരെ സാധാരണ പട്ടാളക്കാരാക്കും. അവരെ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലും. ഒരാവശ്യമില്ല. ഇന്ന് പട്ടാളമല്ല വികസിപ്പിക്കേണ്ടത്, വ്യാപാരവും വ്യവസായവുമാണ് വികസിപ്പിക്കേണ്ടത്. നെഗോഷിയേഷനാണ്. എൻ്റെ കാലത്ത് ഒരു യുദ്ധമുണ്ടായില്ല എന്ന് പറയുന്നതാണ് ഈ ജനാധിപത്യ കാലത്തെ ഏറ്റവും വലിയ കാര്യം. എൻ്റെ കാലത്ത് യുദ്ധം ഉണ്ടായില്ല എന്ന് പറയുന്നതാണ്. അല്ല ഞാൻ യുദ്ധം ചെയ്ത് മറ്റവനെ തോപ്പിച്ചു എന്ന് പറയുന്നവനല്ല. അത് കാരണം കൊണ്ടാണ് പാകിസ്ഥാനിൽ മിന്നൽ യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ ലോകമാണ്. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളും തമ്മിൽ എന്തുകൊണ്ടാണ് ചൈനക്കാരുമായിട്ട് യുദ്ധം ചെയ്യാത്തത്? ഗുസ്തി പിടിച്ചല്ലോ, ഇത് തോക്കില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഗുസ്തി പിടിച്ച് അടിച്ച് ആ തണുപ്പത്ത് വെള്ളത്തിൽ വീണ് ചത്ത് 10-22 പേര് ഇന്ത്യക്കാർ ചത്തിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് എത്ര പേര് ചത്തെന്ന് നമുക്ക് കണക്കില്ല. 100 കണക്കിന് ചത്തെന്ന് നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഗുസ്തി പിടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? വേറെ തോക്കില്ലാത്ത രാജ്യമാണ് ഈ രണ്ടെണ്ണവും. യുദ്ധം ചെയ്യാൻ പറ്റാത്തത്രയും വ്യാപാരവും വ്യവസായവും ഉള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അതുകൊണ്ട് ഇന്ത്യക്കാരും ചൈനക്കാരും തമ്മിൽ യുദ്ധമല്ല ആവശ്യം, നെഗോഷിയേഷനാണ് ആവശ്യം. ഇനിയൊരു യുദ്ധം ലോകത്തുണ്ടായിക്കൂടാ. ഇത് മുഴുവൻ ഇന്ന് ലോകം മുഴുവൻ നടന്ന് യുദ്ധം ചെയ്യുന്ന അമേരിക്കയാണ്. അവർ ചെയ്യുന്ന ദ്രോഹപ്രവൃത്തി നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പഴഞ്ചൻ ലോകമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യം ഇല്ലാത്തൊരു രാജ്യമാണ്. ലോകം മുഴുവനും, ഞാൻ ബ്രിട്ടീഷുകാർക്ക് ശേഷം ലോകം മുഴുവനും കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. ആളുകളെ ആംട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പണി. അവരുടെ കഥയ്ക്കകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പോഴും ഈ യുദ്ധം തുടരുന്നത്. ഒരു പ്രാകൃത സംസ്കാരമാണ് യുദ്ധം തുടരുക.